നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മറ്റു മത്സര പരീക്ഷ എഴുതുന്നവർക്കും ഇത് ഫോക്കസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ എക്സാം ഡേറ്റ് കേരള PSC ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം സിലബസിൽ മാറ്റം വല്ലതും ഉണ്ടോ, എന്തൊക്കെയാണ് സിലബസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ 4 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള മത്സര പരീക്ഷയാണ് 2025 ഒക്ടോബർ മാസം നടക്കാൻ പോകുന്നത്. ഒന്ന് 37/2024 അറ്റൻഡർ ഗ്രേഡ് 2. രണ്ടാമത് 199/2024 അറ്റൻഡർ, അതും അറ്റൻഡർ പരീക്ഷ തന്നെ. ദെൻ 2024 328/2024 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷയാണല്ലോ സെയിൽസ്മാൻ ഗ്രേഡ് 2 അത്. ദെൻ 377/2024 സ്റ്റോർ കീപ്പർ. അങ്ങനെ 4 മത്സര പരീക്ഷകൾ ഒറ്റ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. ഇപ്പൊ 37/2024 ഒരു കാറ്റഗറി നമ്പർ, 199/2024 മറ്റൊരു കാറ്റഗറി നമ്പർ, 328/2024 377/2024. ഇപ്പൊ ഈ പറയുന്ന 4 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള മത്സര പരീക്ഷ വരാൻ പോകുന്ന 2025 ഒക്ടോബർ 25 പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC. അപ്പൊ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ, അപ്പൊ ഈ പറയുന്ന വീഡിയോയുടെ താഴെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ പറയും ഇതിന് വേക്കൻസി ഇല്ലല്ലോ. നമുക്ക് വേണ്ടത് ഈ പറയുന്ന മുഴുവൻ വേക്കൻസി, 1000 വേക്കൻസി അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരാൾക്ക് ഒരു വേക്കൻസി മതി. ആ ഒരു വേക്കൻസി നിങ്ങൾ നേടിയെടുക്കും എന്ന് കരുതി തന്നെ ഉഷാറായി പഠിക്കുക. ഈ 10th ലെവൽ പ്രിലിംസ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ, അതിനുശേഷം വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, ഈ പറഞ്ഞ ബിവറേജ് LDC തുടങ്ങിയിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഉഷാറായിട്ട് പഠിക്കാനുള്ള ഒരു തുടക്കമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. അപ്പൊ എല്ലാ മത്സര പരീക്ഷയും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഒരു ബേസ് ഉണ്ടാവണം. ആ ബേസ് ഉണ്ടാകാൻ വേണ്ടി 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നേടാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ ഒരു 5 AM ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ബാച്ചാണ്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കുക. അപ്പൊ 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 5 AM റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് ക്ലാസ്. വീഡിയോ ക്ലാസ് ഉണ്ടാവും. ദെൻ അതിനോടൊപ്പം മൈക്രോ നോട്ട്സ് ഉണ്ടാവും. അതിനോടൊപ്പം എല്ലാ ദിവസവും ഡെയിലി എക്സാം ഉണ്ടാവും. വീക്കെൻഡിൽ 100 മാർക്കിന്റെ OMR പരീക്ഷയും ഉണ്ടാവും. ഈ പറഞ്ഞ 90 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്, എല്ലാ ദിവസവും മൈക്രോ നോട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ ഈ വരാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ കോഴ്സ് ഫീസ് 499 രൂപയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് മത്സര പരീക്ഷയാണോ ഫോക്കസ് കൊടുക്കുന്നത്, 10th ലെവൽ പ്രിലിംസ് ആണെങ്കിൽ അങ്ങനെ 10th ലെവൽ പ്രിലിംസ്, അതിനുശേഷം നിങ്ങളുടെ പേര് എന്നിവ കൂടി വേണം ഈ പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ. അപ്പൊ ഡെയിലി ഉള്ള സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതിൽ GK, സയൻസ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഈ 3 ടോപ്പിക് ആയിരിക്കും നമ്മൾ തരുന്നത്. അതുകൂടാതെ SCERTക്കും NCERTക്കും പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡെയിലി 2 ചാപ്റ്റർ വീതം നിങ്ങൾക്ക് പഠിക്കാൻ തരും. അതിന് വീഡിയോ ക്ലാസ് ഉണ്ടാവും, അതിന് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഡെയിലി ഇതെല്ലാം പഠിച്ച് ഡെയിലി ഒരു മോക്ക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുകൂടാതെ വീക്കെൻഡിൽ 100 മാർക്കിന്റെ OMR പരീക്ഷയും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നിങ്ങൾ നേടുക തന്നെ ചെയ്യും. അപ്പൊ ഇതിന്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സിലബസ് എന്ന് നമുക്കറിയാം. ബാക്കിയുള്ള 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് പോലെ തന്നെയാണ് ഇതിന്റെ സിലബസും. അതിൽ 60 മാർക്ക് ഒരു ടോപ്പിക്കാണ്. ഒന്നാമത്തത് കറണ്ട് അഫയേഴ്സ് ആണ്, ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട്. രണ്ടാമതായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവുമായി ബന്ധപ്പെട്ട വസ്തുത, അതിനകത്ത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകള്, അതിർത്തികള്, അതിരുകള്, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖല, ദെൻ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ, അവയെ പറ്റിയുള്ള പ്രാഥമികമായ വിവരം. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ദെൻ നാലാമത്തെ ടോപ്പിക്കായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ അവർ കൊടുത്തേക്കുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ കൊടുത്തേക്കുന്ന ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ
ഒരു പൗരന്റെ അവകാശങ്ങൾ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ്. അപ്പൊ എല്ലാ വസ്തുതകളും നമ്മൾ ഉറപ്പായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ദെൻ അഞ്ചാമതായിട്ട് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട്, അതിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ജില്ലകളുടെ വിശേഷണം, പ്രധാനപ്പെട്ട ഡാമുകൾ, പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ, അപ്പൊ അതെല്ലാം അതിനകത്ത് കവർ ചെയ്ത് പഠിക്കണം. ദെൻ ആറാമതായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്ര നവോത്ഥാന മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏരിയ, കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരായിട്ടുള്ള അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ അത്രയാണ് ആ ഒരു GK പോർഷനിൽ നമ്മൾ പഠിച്ചു മാറ്റേണ്ടത്. ദെൻ രണ്ടാമതായിട്ട് സയൻസ് ടോപ്പിക്, ജനറൽ സയൻസിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ഒന്ന് നാച്ചുറൽ സയൻസും ഉണ്ട്, അതിന് 10 മാർക്കാണ്. ദെൻ ഫിസിക്കൽ സയൻസ്, അതും 10 മാർക്ക് തന്നെയാണ്. അപ്പം ഈ പറയുന്ന നാച്ചുറൽ സയൻസിനകത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ദെൻ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള മേഖല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വന വിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കാണ് നാച്ചുറൽ സയൻസിൽ പഠിക്കേണ്ടത്. ദെൻ ഫിസിക്കൽ സയൻസിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനകളും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും തുടങ്ങിയുള്ള സൗരയൂഥം സവിശേഷത തുടങ്ങിയുള്ള ടോപ്പിക്ക് ആ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട സയൻസ് ടോപ്പിക്. അപ്പം സയൻസിൽ ഈ പറഞ്ഞ ജനറൽ സയൻസിൽ തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ് സിലബസ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ 20 മാർക്ക്, വളരെ പ്രധാനപ്പെട്ട 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, സിമ്പിൾ മാത്തമെറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ 10 മാർക്ക് ലഘുഗണിതം, അതിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ തുടങ്ങിയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അതുകൂടാതെ മെന്റൽ എബിലിറ്റി ഉണ്ട്, അതും 10 മാർക്കാണ്. അപ്പൊ 20 മാർക്ക് ഈ പറഞ്ഞ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. ഈ ഒരു സിലബസ് തന്നെയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഫോളോ ചെയ്യുന്നത്. അതുകൂടാതെ VFAയുടെ പ്രിലിംസും മെയിൻസും വരുന്ന സമയത്ത് അവർ ഫോക്കസ് കൊടുക്കേണ്ട പ്രിലിമിനറി പരീക്ഷ സിലബസും ഇത് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ വരുന്ന പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഇപ്പൊ റെഗുലർ ബാച്ചിൽ എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സും അതിന്റെ PDF നോട്ട് ഉണ്ടാവും, മൈക്രോ നോട്ട്സ് ഉണ്ടാവും. അതുകൂടാതെ PDF നോട്ട്, മാജിക് മന്ത്ര എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. കാരണം എല്ലാ മത്സര പരീക്ഷയിലും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായി മാറുന്ന ഒരു ഏരിയയാണ് മാജിക് മന്ത്ര. നമ്മുടെ ടീച്ചേഴ്സും PPT എക്സ്പേർട്ടും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന മാജിക് മന്ത്ര എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. വേറെ ഒന്നുമില്ല, എല്ലാ മത്സര പരീക്ഷയിലും ആവർത്തിച്ച് ചോദിക്കുന്ന SCRT ഏരിയ, NCRT ഏരിയ, PYQ എല്ലാം സോർട്ട് ചെയ്ത് ഒരു ക്ലബ് ചെയ്ത് ഒരു എന്താണ് ഓരോ സെഷനായിട്ട് ഓരോ ടോപ്പിക്ക്, ഇപ്പൊ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആണെങ്കിൽ അതിനു വേണ്ടി മാത്രം ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അങ്ങനെ ഓരോരോ ടോപ്പിക്കിനും ഓരോരോ സെപ്പറേറ്റ് മാജിക് മന്ത്ര സെഷൻ ഉണ്ടാവും. അതിന്റെ ക്ലാസ്സും ഉണ്ടാവും, അതിന്റെ നോട്ട്സും ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, കോഴ്സ് ഫീസ് 4099, 15,000, 12,000 ഒന്നുമില്ല, 499 രൂപയാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉഷാറായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.